പരിശുദ്ധമായ റമദാൻ ഷരീഫിലെ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായ ലൈലത്തുൽ ഖദറിനെയാണ് നാം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, 10 വിഭാഗം ആളുകൾക്ക് എത്ര പ്രതീക്ഷിച്ചാലും എന്ത് തന്നെ ചെയ്താലും ഏത് മജ്ലിസിൽ പങ്കെടുത്താലും ലൈലത്തുൽ ഖദർ ലഭിക്കൂല. ലൈലത്തുൽ ഖദറിന്റെ പോരിശ ലഭിക്കൂല. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ റഹ്മത്തിന്റെ മലക്കുകൾ അവരുടെ വീട്ടിലേക്ക് വരൂല. മലക്കുകളുടെ പ്രാർത്ഥന ഒരിക്കലും ലഭിക്കൂല. ഏതൊക്കെയാണ് ആ 10 വിഭാഗം ആളുകളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയൂ. 3 പ്രാവശ്യം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ ഷരീഫ് കടന്നു വന്നാല് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ലൈലത്തുൽ ഖദർ ലഭിക്കണം, ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്താലും, ഏത് മജ്ലിസിൽ പങ്കെടുത്താലും, എത്ര ഉറക്കമൊഴിച്ചാലും ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 10 വിഭാഗം ആളുകളെ മഹത്തുക്കൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 10 വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ അതിൽ നിന്ന് മാറണം. അല്ലാത്ത കാലത്തോളം നമ്മൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല. ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 1ാമത്തെ വിഭാഗം ശരിക്ക് പഠിച്ചു വെച്ചോ, മാതാപിതാക്കളെ ആക്രമിക്കുന്നവരാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർക്ക്, മാതാപിതാക്കളെ അനാദരിക്കുന്നവർക്ക് ഒരിക്കലും ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല. അത്രയും സ്ഥാനം മാതാപിതാക്കൾക്കുണ്ട്. നമ്മളെ സ്വർഗമാണ് മാതാപിതാക്കള്. മാതാവിന്റെ പിതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ വാലിദാനി ബാബാനി അബ്വാബു മിനൽ ജന്ന. സ്വർഗത്തിലെ 2 കവാടങ്ങളാണ് മാതാപിതാക്കള്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ ലഭിക്കണമെങ്കിൽ മാതാവിനെ ബഹുമാനിക്കുക, മാതാവിനെ ആദരിക്കുക, ഉപ്പയെ ബഹുമാനിക്കുക, ഉപ്പയെ സ്നേഹിക്കുക. അവർക്ക് സംരക്ഷണം വേണമെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുക. കല്യാണം കഴിഞ്ഞ ഉമ്മി ഉപ്പിയൊന്നും വേണ്ട, നമുക്ക് നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും മതി എന്ന് ചിന്തിച്ചിരിക്കണ്ട. ലൈലത്തുൽ ഖദർ ലഭിക്കൂല. ഉമ്മയെ ഉപ്പയെ തെറി വിളിക്കുന്ന എത്ര ആളുകളുണ്ട്, അവരെ അടിക്കുന്ന ആളുകളുണ്ട്, ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ലൈലത്തുൽ ഖദർ അള്ളാഹു നൽകുകയില്ല. അള്ളാഹു മാതാപിതാക്കളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. 2ാമത്തെ വിഭാഗം ആളുകള് കുടുംബ ബന്ധം മുറിക്കുന്നവരാണ്. ജ്യേഷ്ഠനോട് പിണങ്ങി കഴിയുന്നവരില്ലേ, ഉമ്മയോട് പിണങ്ങി കഴിയുന്നവരില്ലേ, അതുപോലെ പെങ്ങളോട് പിണങ്ങി കഴിയുന്നവരില്ലേ? എന്റെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഈ ക്ലാസ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. എത്രയോ വീട്ടിലുള്ള പ്രശ്നമാണ് പരസ്പരം തെറ്റി നടക്കുക എന്നുള്ളത്. അങ്ങനെ കുടുംബക്കാരോട് പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ, ബന്ധങ്ങൾ നിലനിർത്താതെ ബന്ധങ്ങളിൽ വീഴ്ചകൾ സംഭവിപ്പിച്ചാൽ നമ്മൾക്ക് ഒരിക്കലും ലൈലത്തുൽ ഖദർ ലഭിക്കൂല. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തി എന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്ത് കടക്കൂല എന്നിട്ടല്ലേ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനേക്കാളും ഒക്കെ ഏറ്റവും വലിയ റഹ്മത്ത് ഏതാ? അത് സ്വർഗാണ്. ആ സ്വർഗം തന്നെ നമ്മൾക്ക് ലഭിക്കൂല. കുടുംബ ബന്ധം മുറിച്ചവന്റെ വീട്ടിലേക്ക് അന്നത്തെ ദിവസം മലക്കുകൾ വരൂല. മലക്കുകൾ വന്നാലല്ലേ നമുക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുള്ളൂ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് കുടുംബക്കാരോട് തെറ്റി അടക്കുന്നുണ്ടെങ്കിൽ, ജ്യേഷ്ഠന്, അനിയനി, ഇളയച്ചി, മൂത്തച്ചി, ഉമ്മ, ഉപ്പ, അങ്ങനെയുള്ള എളാപ്പ, അമ്മായി, മൂത്തമ്മ, അവരോടൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുണ്ടിക്കോ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ലഭിക്കൂല. എത്ര വലിയ സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തു, തൗബ ചെയ്തു, ഒരു കാര്യം ഉണ്ടാവൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റൊരു വിഭാഗമാണ് മദ്യപാനികള്. അധിക ചെറുപ്പക്കാരും ഇന്ന് മദ്യം കുടിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മദ്യം കുടിക്കുന്നുണ്ട്. എത്രയോ രക്ഷിതാക്കൾ സങ്കടം പറയുന്നു, ഉസ്താദെ ഞങ്ങളെ കുട്ടികൾ ലഹരിക്കടിമയാണ്, മയക്കുമരുന്നിന് അടിമയാണ്, മദ്യപാനത്തിന് അടിമയാണ്.
പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദർ ലഭിക്കൂല. മദ്യപാനിയുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. അവർക്ക് ഒരിക്കലും ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ലെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക. അള്ളാഹു പൊരുത്തപ്പെടാത്തതാണ് മദ്യപാനം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വിഭാഗമാണ് അസൂയ. മറ്റൊരാളോട് അസൂയ. നമ്മൾക്ക് അർഹതപ്പെട്ടത് അള്ളാഹു നമ്മൾക്ക് നൽകും. പിന്നെ മറ്റുള്ളവന്റെ കണ്ടിട്ട് എന്തിനാണ് നമ്മൾ അസൂയ വെക്കുന്നത്? ഒരാൾ വീട് വെച്ചാൽ അതിന് അസൂയ, വാഹനം വാങ്ങി അതിന് അസൂയ, ഒരാൾ കച്ചവടം തുടങ്ങി അതിന് അസൂയ. അസൂയ 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 അവനെ ടെൻഷൻ മാറൂല എന്നുള്ളതാ അസൂയന്റെ ഏറ്റവും വലിയ കേടതാ. അസൂയുള്ള ആളുകൾക്ക് എപ്പോഴും ടെൻഷനേക്കാരം, ശരിക്കും ഉറങ്ങാൻ കഴിയൂല, മനസ്സമാധാനം ഉണ്ടാകൂല, ലൈലത്തുൽ ഖദർ ലഭിക്കൂല. അസതെന്ന രോഗം കാക്കണേ മരണം വരെ, കാബീല് തിന്ന് തുലഞ്ഞ നഞ്ഞ ലോകരേ. ലോകത്ത് ആദ്യമായി കൊലപാതകം നടന്നത് അസൂയയുടെ പേരിലാണ്. ഇബ്ലീസിനും സംഭവിച്ചത് ആദം നബിയോടുള്ള അസൂയയാണ്. അസൂയ ഉള്ളവൻ നശിച്ചു പോകും, നശിച്ച് പണ്ടാരമടങ്ങുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആരോടും അസൂയ വെക്കരുതേ. അല്ലാന്റെ റഹ്മത്തും ബറക്കത്തും നമ്മൾക്ക് ലഭിക്കൂല. അതുപോലെ തന്നെ വിദ്വേഷം വെച്ച് നടക്കുക, മറ്റുള്ളവരോട് ദേഷ്യം വെച്ച് നടക്കുന്ന ആളുകള് ലാ തഹാസദു വലാ തബാഗലു, അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞത്. ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുതേ. തൊട്ടുടനെ റസൂലുള്ളാഹി പറഞ്ഞു വലാ തബാഗലു, നിങ്ങൾ പരസ്പരം ദേഷ്യം വെക്കരുതേ. എന്തിനാ നമ്മൾ ദേഷ്യം വെക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചുകൊണ്ടേ. അതുകൊണ്ട് പരസ്പരം ദേഷ്യം വെക്കാൻ പറ്റൂല. മറ്റൊരു വിഭാഗം ആളുകളാണ് വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്. അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകള്. ഭാര്യയൊക്കെ ഉണ്ടാകും, എന്നാലും പിന്നെ വേറൊരു പെണ്ണിനെ അവർക്ക് വേണം. ഭർത്താവൊക്കെ ഉണ്ടാകും, എന്നാലും പിന്നെ അവൾക്ക് ഒരു കാമുകം വേണം. ഇങ്ങനെ ഒരു ചിന്ത. സുബ്ഹാനല്ലാഹ്, എപ്പോഴും വ്യഭിചരിക്കുക, അവർക്ക് റഹ്മത്ത് ഉണ്ടാവൂല. ലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കടുത്ത തെറ്റാണ്. അള്ളാഹു കാക്കട്ടെ. വ്യഭിചാരത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. മദ്യപാനത്തിനെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ മജ്ലിസ് കാണുന്നവരെ കാക്കണേ റഹ്മാനെ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ലൈലത്തുൽ ഖദർ അവർക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ അന്യന്റെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തുക. ജ്യേഷ്ഠന് കൊടുക്കേണ്ട അനന്തര സ്വത്ത് നമ്മളെ കയ്യിലാ, പെങ്ങൾക്ക് കൊടുക്കേണ്ട അനന്തര സ്വത്ത് കയ്യിൽ പിടിച്ചു നടക്കുക, അത് വിട്ടുകൊടുക്കൂല. അങ്ങനെ മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് നമ്മൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് എങ്ങനെ റഹ്മത്തിന്റെ മലക്ക് വരിക? ആ സ്ഥലത്തേക്ക് എങ്ങനെ റഹ്മത്തിന്റെ മലക്ക് വരിക? അത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അവനക്ക് അർഹതപ്പെട്ടത് മാത്രമേ നമ്മൾ കൈവശം വെക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് പലിശയുമായി ബന്ധപ്പെടുക. അള്ളാഹു കടുത്ത തെറ്റാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, നിങ്ങൾ പലിശ ഭക്ഷിക്കരുതേ, പലിശ വാങ്ങരുതേ, പലിശക്ക് സാക്ഷി നിൽക്കരുതേ, എഴുതാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല, അവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല. അതുപോലെ തന്നെ താരിഖു സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വീട്ടിലേക്ക് 5 വക്ത് നിസ്കാരം, പിന്നെയാണ് റമദാന്. ആദ്യം ഷഹാദത്ത് കലിമ, ഇസ്ലാംകാരി അങ്ങനെയാണ്, പിന്നെ നിസ്കാരാണ്, രണ്ടാമത് നിസ്കാര പറഞ്ഞിട്ടുള്ളത്. നിസ്കരിക്കാത്തവനിക്ക് എന്ത് റഹ്മത്താ? അല്ലാന്റെ തിരുനോട്ടം തന്നെ ഉണ്ടാകൂല, അല്ലാന്റെ കാവൽ ഉണ്ടാകൂല, ഒരു റഹ്മത്തും ഉണ്ടാകൂല, റമദാൻ അല്ലെങ്കിലും ഉണ്ടാകൂല. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തൂ. നിസ്കാരം ഒരു മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്, അള്ളാഹുവിനോടുള്ള സംസാരമാണ്. അപ്പൊ അള്ളാഹിനോട് സംസാരിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അള്ളാഹിന്റെ റഹ്മത്തും നമ്മൾക്ക് അള്ളാഹു നൽകൂല. അള്ളാഹു കാക്കട്ടെ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ ആളുകളുണ്ട്, പുത്തൻവാദികളായ ആളുകൾ. ഇസ്ലാമിൽ ഇല്ലാത്തത് കൂട്ടിക്കലർത്തുക, ഇസ്ലാമിൽ ഉള്ളത് ഇല്ലാതെയാക്കുക, അങ്ങനെ ചില ബിദ്അത്തിന്റെ ആളുകളുണ്ട്. സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക, തറാവി 20 ഉള്ളത് 8 ആക്കി ചുരുക്കുക. സുബ്ഹാനല്ലാഹ്, നാളും ഒരു ദിവസമായി കഴിഞ്ഞാല് അന്ന് പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമുഅ നിസ്കരിക്കണ്ടാന്ന് ഒരാൾ പ്രസംഗിക്കാണ്. ഇതെന്ത് മതമാണ്? ജുമുഅ നിസ്കാരം വേറെ, പെരുന്നാൾ നിസ്കാരം വേറെയാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. ആ സുന്നത്ത് കൊണ്ട് എങ്ങനെ ജുമുഅ വീടുക? നിർബന്ധം എങ്ങനെയാണ് വീടുക? പോയത്തം പറയുകയാണ്. അതിൽ ആരും വഞ്ചിതരാവരുത്. അത് തെറ്റാണ്, ഇസ്ലാമിന് എതിരെയാണ്, ഇസ്ലാമിന്റെ ശർഇനെതിരാണ്, ഇമാമികൾ പറഞ്ഞതിന് എതിരാണ്. അങ്ങനെയല്ല, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ ഉണ്ടായാൽ പെരുന്നാൾ നിസ്കരിക്കണം, അതുപോലെ തന്നെ ജുമുഅയും നിസ്കരിക്കണം. പെരുന്നാൾ നിസ്കരിച്ചില്ലെങ്കിൽ വലിയ കുറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ജുമുഅ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് കുറ്റമാണ്, അത് തെറ്റാണ്, വൻ പാപമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം തന്നെ തൗബ ചെയ്യാതിരിക്കുക. നല്ല നല്ല പുണ്യ ദിവസങ്ങൾ വന്നു,
എന്നിട്ടും തൗബ ചെയ്യണില്ല. ബറാത്ത് രാവ് കഴിഞ്ഞു, മിറാജ് രാവ് കഴിഞ്ഞു, അപ്പോഴൊന്നും തൗബല്ല. തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ, കളവ് ഇങ്ങനെ പറയാ, ഗീബത്ത് പറയാ, ഒരാളെ കൊല്ലുക, ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, തൗബ ചെയ്യുന്നില്ല. തൗബ ചെയ്യാത്തവർക്ക് റഹ്മത്ത് ലഭിക്കൂല, ലൈലത്തുൽ ഖദർ ലഭിക്കൂല. അതുകൊണ്ട് തൗബ ചെയ്യുക. അതുപോലെ തന്നെ ചില ആളുകളെ വീട്ടിലുണ്ടാവും നായ വളർത്തുക. സുബ്ഹാനല്ലാഹ്, ഇന്ന് വീടിന്റെ ഉള്ളിലൂടെയൊക്കെ നായ എങ്ങനെ കൊണ്ടുപോവുക, നായനെ കുളിപ്പിക്കുക, നായനെ ബെഡ്റൂമിൽ കടത്തിയുറക്കുക, നായനെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുക, സുബ്ഹാനല്ലാഹ് നിസ്കാരപ്പായിൽ വെക്കുക, അതിന് ചുംബനം കൊടുക്കുക. എന്ത് തോന്നിവാസങ്ങളാണ് ഇത് ചെയ്യുന്നത്? ഓരോന്നിനും അതിൻ്റെതായ വാസസ്ഥലങ്ങളില്ലേ. നായ നജസല്ലേ, തൊട്ടാൽ എത്ര പ്രാവശ്യം കഴുകണം? സുബ്ഹാനല്ലാഹ്, നായയുടെ മുഖത്ത് എപ്പോഴും ആ വിയർപ്പുണ്ടാകും, എപ്പോഴും നനവുണ്ടാകും. അതിനെക്കുറിച്ച് ചുംബിക്കുന്ന മുസ്ലിമീങ്ങളില്ലേ, റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അപ്പോ അങ്ങനത്തെ വീടുകൾ, നായ, അതുപോലെ തന്നെ പ്രതിമകളൊക്കെ, ചില ആളുകളെ വീട്ടിലേക്ക് ചെന്ന ഗേറ്റും ഉണ്ടാവും കൊറ്റിയുടെ ഫോട്ടോ, അതുപോലെ താറാവിന്റെ ഫോട്ടോ, ആനയുടെ ഫോട്ടോ, ജിറാഫിന്റെ ഫോട്ടോ, അതുപോലെ ഷോക്കേസിലൊക്കെ ഉണ്ടാവും. ഇതൊന്നും പാടില്ല, അതൊക്കെ ഒഴിവാക്കണം. റഹ്മത്തിന്റെ മലക്കൾ വീട്ടിലേക്കാണ് വരണമെങ്കിൽ, റഹ്മത്തിന്റെ മലക്കിനെ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നില്ല, പിന്നെന്താ ഓൽക്ക് അതൊന്നും കുഴപ്പമില്ല. കാരണം ഓൽക്ക് എന്ത് ഇസ്ലാം വെച്ചുക്കണു, എന്ത് ലൈലത്തുൽ ഖദർ വെച്ചുക്കണു, എന്ത് റഹ്മത്ത് വെച്ചുക്കണു, നല്ലോണം കഴിക്കണം, നല്ലോണം കടന്നുറങ്ങണം, നല്ലോണം ക്യാഷ് ഉണ്ടാക്കണം, മരിക്കണം, ഈ ചിന്ത മാത്രമേ ഉള്ളൂ ചില ആളുകൾക്ക്. അങ്ങനെയല്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ ഓഫറുകളൊക്കെ ലഭിക്കണം, ലൈലത്തുൽ ഖദർ ലഭിക്കണം, നല്ല നിലക്ക് മരിക്കണം, ആഖിറത്തിൽ വിജയം വേണം, പരലോകത്ത് സന്തോഷം ഉണ്ടാകണം, ഖബറിൽ രക്ഷ വേണം. ഇതാണ് മുഅ്മിനീങ്ങളെ ചിന്ത. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ലൈലത്തുൽ ഖദർ ലഭിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ധാരാളം ചൊല്ലുക. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദനാ യാ മുഹസ്സിൽ മുറാദാത്ത് ബിബറകത്തി നബീക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ലൈലത്തുൽ ഖദറിനെ ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം ദുആ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ആത്മീയതയിൽ ജീവിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.